എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഇത് ജലറ്റിനൊന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്നൊരു ചീസ് കേക്കാണ്. അതുപോലെ തന്നെ ഇത് നോ ബേക്ക് ചീസ് കേക്കാണ്. ഇതിൽ ബേക്കിംഗ് ഇൻവോൾവ് അല്ല. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിന് മുന്നേ ഞാൻ ക്രീം ചീസ് വീട്ടിലുണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ക്രീം ചീസ് കിട്ടാനില്ലാത്തവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള ചീസ് കേക്കാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ സ്ട്രോബെറി വെച്ചിട്ടാണ് ഇതിൻ്റെ സോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 3 ലെയറാണ് ഉള്ളത്. ഏറ്റവും താഴത്തെ ലെയർ എന്ന് പറയുന്നത് ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയറാണ്. രണ്ടാമത്തെ ലെയറാണ് ക്രീം ചീസ്. മൂന്നാമത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ് ഇതാണ്. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ് ഇതിനെടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊരു സിപ്ലോ കവറിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനി ഒരു റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇതിനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉരുക്കിയ ബട്ടറും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ സ്പ്രിംഗ് ടൈപ്പിലുള്ള കേക്ക് ടീനാണ് എടുത്തിരിക്കുന്നത്. ഇത് 9 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ്. അപ്പോൾ ഇതാണ് ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ലെവലാക്കി കൊടുക്കുക. ഈ ബിസ്ക്കറ്റിൻ്റെ തിക്നെസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ഇനി ഞാൻ ഈ കപ്പിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ. ഇതിനി 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഉറച്ച് കിട്ടും. ഇനി നമുക്ക് ക്രീം ചീസിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫിലാഡൽഫിയ ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. ഇത് 200 ഗ്രാം ക്രീം ചീസാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇത് 2 ടിൻ എടുക്കാവുന്നതാണ് വേണമെങ്കിൽ. അപ്പോൾ ഞാനിവിടെ വലിയ തിക്നെസ്സിലല്ല ക്രീം ചീസിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 150 ml പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ജലറ്റിൻ ചേർക്കുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇവിടെ ഞാൻ ഹെവി ക്രീം എടുത്തിട്ടുണ്ട്. 40% ഫാറ്റ് ഉള്ളതാണ്. ഇതൊരു 200 ml ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജലറ്റിൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരം ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ 200 ml ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് കട്ടിയാകുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്രീം ചീസ് ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ലെയർ എടുത്ത് വെളിയിലേക്ക് വെക്കാം. അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസിൻ്റെ ഫില്ലിങ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ക്വാണ്ടിറ്റി അങ്ങനെ കൃത്യമായ ക്വാണ്ടിറ്റി ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. നമ്മൾ ഫ്രഷ് ക്രീം ചേർത്തത് കാരണമാണ് ഇത് ഇത്ര കട്ടിയായിട്ടിരിക്കുന്നത്. ജെലറ്റിൻ ചേർത്ത് കൊടുത്തായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ലൂസായിട്ടിരുന്നേനെ. ജെലറ്റിൻ ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, അപ്പോൾ അതാണ് ഞാനത് ചേർക്കാഞ്ഞത്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രിഡ്ജിൽ ഒരു 5 മണിക്കൂറെങ്കിലും ഇതൊന്ന് തണുക്കാനായിട്ട് നോർമൽ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട സ്ട്രോബെറിയുടെ ഒരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. സ്ട്രോബെറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ചേർക്കാം. ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഡ്രിസിൽ ചെയ്യുന്നേ ഉള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലെൻഡറിലിട്ട് നന്നായിട്ടൊന്ന് പ്യൂരിയാക്കി എടുക്കുക. നന്നായിട്ട് പ്യൂരിയാക്കി എടുക്കുക. ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതിൻ്റെ അരിയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ട്രോബെറിക്ക് പകരം ബ്ലൂബെറി എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലെടുക്കാവുന്നതാണ്. ഇനി ഫ്രൂട്ട്സ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഗനാഷ് ഉണ്ടാക്കിയിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്ടെല്ല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചീസ് കേക്ക് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ പതുക്കെ കെയർഫുള്ളായിട്ട് അത് സ്പ്രിങ് മാറ്റുക. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറിയുടെ പ്യൂരി ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ സ്പ്രിങ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് എടുക്കുക, സ്ട്രോബെറി പ്യൂരി ഒഴിക്കുക, പിന്നെയും കുറച്ച് ഒരു 2 മണിക്കൂറൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി എടുത്തു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.